ഹായ്, നമസ്കാരം. എൻ്റെ പേര് കിരൺ. ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫാൾ വന്നു. ക്രൗൺ ഏരിയ, ഫ്രണ്ട് ഏരിയ ഓൾമോസ്റ്റ് പോയി. അന്നേരമാണ് ഞാൻ ജസ്റ്റ് ശ്രദ്ധിച്ചു നമുക്കൊന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് തുടങ്ങാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തത്. കുറേ റിസർച്ച് ചെയ്തു, കുറേ ക്ലിനിക്കുകളെ കുറിച്ച് കണ്ടു, അവിടുത്തെ റിസൾട്ടുകൾ കണ്ടു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ലാ ഡെൻസിറ്റിയെക്കുറിച്ച് കുറച്ചുകൂടെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടിയത്. കുറച്ചുകൂടെ കൺവിൻസിങ് ആയിട്ട് തോന്നിയത് ലാ ഡെൻസിറ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് രണ്ട് സൈഡോടെ ഫ്രണ്ട് സൈഡും ക്രൗൺ ഏരിയയും കൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5000 ഗ്രാഫ്റ്റ് വേണമെന്ന് പറഞ്ഞു. ബാക്കിൽ ഡോണർ ഏരിയ അത്ര ക്വാളിറ്റി ഇല്ലായിരുന്നു. സ്റ്റിൽ ഫസ്റ്റ് സർജറിക്ക് വന്നപ്പോൾ ഒരു 3200 ഗ്രാഫ്റ്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ ഫസ്റ്റ് സർജറി ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക്. അതിൽ ചെയ്തു. ഒരു 3200 ഗ്രാഫ്റ്റ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡ് ചെയ്തു. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് കിട്ടി. എനിക്ക് നല്ല ഫോളോ അപ്സ് നല്ലതായിരുന്നു. ഒരു 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടിൽ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു 6 മാസം കഴിഞ്ഞിട്ട് സെക്കൻഡ് സിറ്റിംഗ് എന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഞാനപ്പോൾ ഫസ്റ്റ് 2 മാസം PRP ആണ് ചെയ്തത്. പിന്നെ 3 മാസത്തേക്ക് ഞാൻ നെക്സ്റ്റ് 4 മന്ത്സ് ഞാൻ GFC എടുത്തു. മാർച്ചൊക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ടായി. അപ്പോൾ മാർച്ച് 28 ആണെന്ന് തോന്നുന്നു നമ്മൾ സെക്കൻഡ് സർജറി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്കൊരു 2000 ഗ്രാഫ്റ്റ് കിട്ടി. സോ ടോട്ടൽ 3200 പ്ലസ് 2000 5200 ഗ്രാഫ്റ്റ് നമുക്ക് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ക്രൗൺ ഏരിയ ചെയ്തു സെക്കൻഡ് സിറ്റിംഗ് ആയിട്ട് കഴിഞ്ഞ മാർച്ച് എൻഡിൽ. ആൻഡ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ 3rd PRPക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് കഴിഞ്ഞു. എൻ്റെ 3ാമത്തെ ചെക്കപ്പാണ്. മീൻസ് 2 PRPs ആൻഡ് നൗ ഇറ്റ്സ് GFC. ഇതുവരെ ഞാൻ ഹാപ്പിയാണ്. അടുത്തൊരു 3 മന്ത്സ് 4 മന്ത്സിനുള്ളിൽ ഞാൻ നല്ല റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്രൗൺ ഏരിയ എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചപ്പോഴത്തേക്ക് ചെയ്തവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതേ പറയുള്ളൂ. ചെയ്യാത്തവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര റിസ്ക്കിലാണ്, നിങ്ങൾക്ക് തലവേദന വരും, അങ്ങനത്തെ വരും. എനിക്ക് ഇതുവരെ ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ല. ഞാൻ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കൺസേൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ക്ലിനിക്ക് സജസ്റ്റ് ചെയ്യാം. ക്ലിനിക്കിൽ പോകുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റിൽ ഡു. താങ്ക് യു.